ചാനൽ ചിന്നൂസ് ഓൺലൈൻ ലേണിംഗ്. നമ്മൾ ഇന്ന് എൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്കാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതിൻ്റെ പാർട്ട് 2 കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 9 to 10 ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നു. അത് നിങ്ങളൊന്ന് നോട്ടിൽ ഒന്ന് എഴുതിയെടുക്കുക. അല്ലാതെയുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 word ടൈപ്പ് ക്വസ്റ്റ്യൻസും അല്ലാതെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കാം. അത് നിങ്ങൾ നോക്കി വായിച്ച് പഠിച്ചാലും മതി. ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഞാൻ ഇട്ടെന്ന പോലെ ആയിരിക്കില്ല വരിക. ഇപ്പോൾ വേറെ പുറത്തുനിന്ന രീതിയിലൊക്കെ ആയിരിക്കും, ഇത്തരം ആക്ടിവിറ്റി രീതികളിലൊക്കെ ആയിരിക്കും. എന്ന് നമ്മുടെ പുസ്തകമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. അങ്ങനെയാണ് 5th അല്ലെങ്കിൽ 5th തൊട്ടുള്ള സ്റ്റാൻഡേർഡുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗാൻജറ്റിക് പ്ലെയിനിലേക്ക് വന്ന ആര്യൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ടുവേർഡ്സ് ദ ഗാൻജറ്റിക് പ്ലെയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ 3rd പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റോൺസ് ഡു ഹാവ് എ സ്റ്റോറി ടു ടെൽ എന്ന് പറയുന്നൊരു ഭാഗമായിട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. മെയിൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മുമ്പ് ചിന്നൂസ് ഫുഡലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ലിങ്ക് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് പോവാം. സ്റ്റോൺസ് ടു ഹാവ് എ സ്റ്റോറി ടു ടെൽ. കല്ലുകൾക്കും ഒരു കഥ പറയാനായിട്ടുണ്ട്. അതായത് ആര്യൻസിൻ്റെ ടൈമിൽ ഉണ്ടായിരുന്ന ആ കല്ലുകൾക്കും നമ്മോട് ഒരു കഥ പറയാനായിട്ടുണ്ട്. അതിനു മുമ്പ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ബോക്സ് ആണ്. കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് ഋഗ്വേദിക് പീരീഡിന്റെ ആണോ ലേറ്റർ വേദിക് പീരീഡിന്റെ ആണോ പറഞ്ഞിട്ടൊന്ന് കണ്ടുപിടിക്കണം. റീഡ് ദം കെയർഫുള്ളി ആൻഡ് റൈറ്റ് ഡൗൺ ദ ആൻസേഴ്സ്, കറക്റ്റ് ആൻസേഴ്സ്, ദാറ്റ് ഈസ് കറക്റ്റ് പീരീഡ്. ഋഗ്വേദിക് പീരീഡ് ആണോ ലേറ്റർ വേദിക് പീരീഡ് ആണോ എന്നുള്ളത് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഫസ്റ്റ് ഫീച്ചർ കൊടുത്തിട്ടുള്ളത് അഗ്രികൾച്ചർ ബിക്കെയിം ദ ചീഫ് ഓക്യുപ്പേഷൻ. അവിടെ നിങ്ങൾ എഴുതേണ്ടത് ലേറ്റർ വേദിക് പീരീഡ് എന്നാണ്. ഇനി അടുത്തത് യാഗ ബിക്കെയിം ഇമ്പോർട്ടൻറ്റ് ലേറ്റർ വേദിക് പീരീഡ്. അയൺ ടൂൾസ് ആൻഡ് ഇംപ്ലിമെന്റ്സ് വർ യൂസ്ഡ് ലേറ്റർ വേദിക് പീരീഡ്. കാറ്റൽ റിയറിംഗ് വാസ് ദ മെയിൻ ഓക്യുപ്പേഷൻ. അത് ലേറ്റർ വേദിക് അല്ല, ഋഗ്വേദിക് പീരീഡ് ആണ്. ഓക്കെ, കാറ്റൽ റിയറിംഗ് ഋഗ്വേദിക് പീരീഡിലാണ് വരുന്നത്. ദെൻ ബിഗേൻ സെറ്റിൽ ലൈഫ് ലേറ്റർ വേദിക് പീരീഡ്. ഗോഡ്സ് ലൈക്ക് ഇന്ദ്ര ആൻഡ് വരുണ വർ വർഷിപ്ഡ്. അത് ഋഗ്വേദിക് പീരീഡ്. പെയിന്റഡ് ഗ്രേവയേഴ്സ് വർ യൂസ്ഡ് ലേറ്റർ വേദിക് പീരീഡ്. ലേറ്റർ വേദിക് പീരീഡിന്റെ ടൈം, അതായത് ഒരു ഗാൻജറ്റിക് പ്ലെയിനിലേക്ക് എത്തിയപ്പോൾ ഇന്ദിരയ്ക്കും വരുണ മാത്രമല്ല അഗ്നി എന്ന് പറയുന്ന ഗോഡിന് അവർ ആരാധിച്ചിരുന്നു. അവരുടെ ഇമ്പോർട്ടൻസ് ഒക്കെ പോയിട്ട് ഇവിടുത്തെ ആര്യൻസ് എന്ത് ചെയ്തു? പ്രജാപതി എന്ന് പറയുന്ന ഗോഡിനെയും വിഷ്ണു എന്ന് പറയുന്ന ഗോഡിനെയും ആരാധിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, അവർക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ആ സമയത്ത് നൽകി. അതേപോലെ നമ്മൾ പഠിച്ചു സൊസൈറ്റി 4 തിരിച്ചിരിക്കണു എന്ന് പഠിച്ചു അല്ലെ. അതായത് വേർതിരിവ്. അപ്പോൾ അതിൽ ബ്രാഹ്മണന്മാർ കൂടുതലായിട്ട് കാശ്, അതായത് ബ്രാഹ്മണന്മാർ പ്രീസ്റ്റ്, ഈ ക്ഷത്രിയേഴ്സ് എന്ന് പറഞ്ഞാൽ റൂളേഴ്സ്, വാരിയേഴ്സ്, അങ്ങനെ മെയിൻ ആൾക്കാർ. വൈശ്യേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രേഡ്, വ്യാപാരം നടത്തുക, കൃഷി നടത്തുക, കന്നുകാലികളെ നോക്കുക. ശൂദ്രേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ മുകളിലുള്ള ഈ 3 വർണ്ണങ്ങൾ, അതായത് ബ്രാഹ്മണൻസ്, വൈശ്യേഴ്സ്, ക്ഷത്രിയേഴ്സ്, ഇവരുടെ സേവിച്ച് നടക്കുക. ഒരു വേലക്കാരെ പോലെ, സ്ലേവ്സ് എന്നൊക്കെ പറഞ്ഞാൽ അടിമകളെ പോലെ അവരെ സേവിച്ച് ചെയ്യലാണ്. അതുപോലെ ആ സമയത്ത് രാജാക്കന്മാർക്കായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. നമ്മളിവിടെ പഠിച്ചു ഹെഡ് ഓഫ് ദി ട്രൈബ് ഇസ് നോൺ ആസ് രാജൻ എന്ന് പറഞ്ഞു അല്ലെ. ഈ രാജൻ മാറിയിട്ട് എന്തായി? കിങ്ങിനായിരുന്നു മെയിൻ ഇമ്പോർട്ടൻസ് ആ ടൈമിൽ വന്നത്. കിങ് കൂടുതൽ കാശ് നേടിയിരുന്നു. ഇവരുടെ നിന്നൊക്കെ കാശ് ടാക്സ് ഒക്കെ പിടിച്ചെടുത്ത്, ഫാമേഴ്സിൽ നിന്നൊക്കെ ടാക്സ് പിടിച്ചെടുത്ത് കൂടുതൽ കാശ് നേടിയിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഇതിന്റെ തുടർച്ചയൊക്കെ അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഉണ്ട്. 8th സ്റ്റാൻഡേർഡിൽ ഇതേ പാഠം തന്നെ ഉണ്ട്. കാരണം എനിക്കിപ്പോൾ പഠിക്കാനുള്ള ഒരു പാഠമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിനെക്കാട്ടും കുറച്ചുകൂടി ഇൻഫോർമേഷൻസ് അടങ്ങിയതാണ് കേട്ടോ ഇത്. ഓക്കെ, ഇനി let us now discuss the human life in തമിഴകം during the Iron Age. അയൺ ഏജിന്റെ സമയത്ത് ഉണ്ടായിരുന്ന
ഒരു ജീവിതം, അതായത് അയൺ ഏജിന്റെ സമയത്താണ് തമിഴകം എന്നുണ്ടായിരുന്നത്. ആ സമയത്ത് മനുഷ്യ ജീവിതം എങ്ങനെയാണെന്ന് അറിയണ്ടേ നമുക്ക്. കേരള വാസ് എ പാർട്ട് ഓഫ് തമിഴകം ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. കേരള തമിഴകത്തിന്റെ ഒരു ഭാഗമായിരുന്നു. In the ancient period, South Indian regions were generally known as തമിഴകം. അതായത് പണ്ടത്തെ കാലത്ത് സൗത്ത് ഇന്ത്യ താഴ്ഭാഗം, അതാണ് സൗത്ത് വരുന്നല്ലോ, ആ ഭാഗത്തുള്ള എല്ലാ സ്ഥലങ്ങളും കൂടി ഒരുമിച്ച് വിളിക്കുന്ന ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പേരാണ് തമിഴകം. അതിൽ കേരളയും, അതായത് നമ്മളും ഒരു ഭാഗമാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 പടം കൊടുത്തിട്ടുണ്ട്. Look at the pictures given below. നാട്ടുകല്ലും കുടക്കല്ലും. കുടക്കല്ല് എന്ന് പറഞ്ഞാൽ അംബർല സ്റ്റോൺ. ഓക്കെ, ഇത് 2 കല്ലുകളാണെന്ന് മനസ്സിലായല്ലോ. These are the megaliths. That means the big stones of different shapes placed over gravers in ancient തമിഴകം. അതായത് ഏൻഷ്യന്റ് തമിഴകത്തിന്റെ സമയത്ത് വലിയ വലിയ കല്ലുകൾ പല ഷേപ്പുകളിലും ഉണ്ടാക്കി വെച്ചു. അതിനെ പറഞ്ഞ പേരാണ് മെഗലിത്സ്. അതേപോലെ തന്നെ അയൺ ടൂൾസ് ആൻഡ് ഇംപ്ലിമെന്റ്സ്, earthenware, grains, other objects used during the period have been found in such graves. അതായത് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് അത് കണ്ടെടുത്തിട്ടുണ്ട്. ഗ്രേവ് എന്ന് പറയുന്നത് ഗ്രേവുകളിൽ നിന്ന്, അതായത് ഈ അവശിഷ്ടങ്ങൾ അയൺ ടൂൾസ് അവർ ഉപയോഗിച്ചു, അയൺ ടൂൾസിന്റെയും അതുപോലെ ഇംപ്ലിമെന്റ്സിന്റെയും പല പല കുടങ്ങളുടെയും അവരന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ധാന്യങ്ങളുടെയും അതുപോലെ പലതരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് അവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട്. These megaliths are examples of the human life in ancient തമിഴകം. പഴയ തമിഴകത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ജീവിതം സൂചിപ്പിക്കുന്നതാണ് ഈ ഓരോ തെളിവുകൾ. Hence, this period is known as megalithic age. അതുകൊണ്ടാണ് ഈ ഒരു, അതായത് പലതരത്തിലുള്ള കല്ലുകൾ, ഇത് മാത്രമല്ല ഇഷ്ടം പോലെ തരം കല്ലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുടക്കല്ല്, അതുപോലെ നമ്മൾ നന്നങ്കാടികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നന്നങ്കാടി, റോക്ക് ചേംബർ, സിസ്റ്റ്, അതേപോലെ സാഫ്രോഫാഗസ്, കുറെ കല്ലുകളുണ്ട് കേട്ടോ. അതിനൊക്കെ ഏൺ ബെറിയൽസ് എന്നൊക്കെ പറയും. അന്നത്തെ കാലത്ത് തമിഴകത്തിൽ ഉണ്ടായിരുന്ന മെയിൻ കാര്യങ്ങളായിരുന്നു അതൊക്കെ. ഈ ഭാഗവും എനിക്ക് പഠിക്കാനുണ്ട്. ഏൻഷ്യന്റ് തമിഴകം എന്ന് പറഞ്ഞൊരു 5th ചാപ്റ്റർ 8th അതിൽ ഇതേ കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ പീരീഡിനെ വിളിക്കുന്ന പേരാണ്, അതായത് തമിഴകത്തിൽ ഉണ്ടായിരുന്ന ഇങ്ങനത്തെ കുറെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കാണിച്ചു തരുകയും, വലിയ വലിയ കല്ലുകളാണ്, ബിഗ് സ്റ്റോൺസ് ഓഫ് ഡിഫറെന്റ് ഷേപ്സ്, അവർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കേട്ടോ. ഓക്കെ, അതുപോലെ മോണ്യുമെന്റ്സും മെഗാലിത്തിക് മോണ്യുമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പീരീഡിനെയാണ് പറയുന്നത് മെഗാലിത്തിക് ഏജ്. ഇതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ, അതിന്റെ ആൻസർ ഉണ്ടായിരിക്കും. ഈ മെഗാലിത്തിക് പീരീഡില് കൂടുതലായിട്ട് ഇവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും ഒരു കാര്യങ്ങളും, ഇങ്ങനെയുള്ള ഉപയോഗിച്ചിരുന്ന വെപ്പൺസ് എന്തുകൊണ്ടുണ്ടാക്കിയതായിരുന്നു? അയൺ, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതായിരുന്നു. എല്ലാം, ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതായിരുന്നു. നമുക്ക് അവിടെ പിക്ചർ കാണാം. അയൺ ഇംപ്ലിമെന്റ്സ് ഇൻ ദ മെഗാലിത്തിക് ഏജ്. These are the tools and weapons used during the megalithic age. All of them were made of iron. Megalithic ageലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കും. ടൂൾസും വെപ്പൺസും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? That all things are made up of iron. ഇരുമ്പോണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇവിടെ 2 ചോദ്യം കൊടുത്തിട്ടുണ്ട്. Why is the iron age of ancient തമിഴകം known as the megalithic age? മെഗാലിത്തിക് ഏജിലും അയൺ ഏജിൽ എന്ന് പറഞ്ഞാൽ അയൺ ആണ് കൂടുതൽ ഉപയോഗിച്ചത്. നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയൺ ഏജ് എന്താണെന്ന് മുമ്പത്തെ ഭാഗത്തിൽ പഠിച്ചു, അത് അവിടെ നിന്ന് എഴുതാം. അതേപോലെ മെഗാലിത്തിക് ഏജ് ഇവിടെ എന്താണെന്നുള്ളത് ഇവിടെ പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലും കൂടുതലായിട്ട് അയൺ ടൂൾസ് തന്നെയാണ് ഈ കാലഘട്ടത്തിലും കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഹൗ ഡസ് ദ മെഗാലിത്തിക് ഏജ് ഡിഫർ ഫ്രം ദ സ്റ്റോൺ ഏജ്? 2ാം പാഠത്തിൽ നമ്മൾ സ്റ്റോൺ ടു മെറ്റൽ എന്ന് പറഞ്ഞ പാഠത്തിൽ നമ്മൾ സ്റ്റോൺ ഏജിനെ കുറിച്ച് കൂടുതൽ വിശദമായി പഠിക്കുന്നുണ്ട്. ആ ഭാഗം നിങ്ങൾ നോക്കിയാൽ മതി. ആ വീഡിയോയുടെ ലിങ്ക്, അതായത് 2ാം പാഠം ഫ്രം സ്റ്റോൺ ടു മെറ്റൽ എന്ന് പറഞ്ഞ പാഠത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അത് കണ്ട് നിങ്ങൾ നോക്കിയാൽ മതി.
അത് ഞങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലും മതി കേട്ടോ. നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഈ മെഗാലിത്തിക് ഏജിന്റെ ആ ഒരു ഏജിന്റെയും ആ രണ്ടുപേരുടെയും ഉത്തരം എഴുതി ഡിഫറൻസ് കട്ട് ചെയ്യാൻ മതി. ഓക്കെ, സ്റ്റോൺ ഏജ് എന്താണ്, അതിന്റെ ഒരു എക്സാമ്പിൾ, ഒരു ഫീച്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതുക. അതേപോലെ മെഗാലിത്തിക് ഏജിന്റെയും അതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ അതിന്റെ ഡിഫറൻസ് ആയി. അപ്പൊ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് മനസ്സിലാവും. ഈ മെഗാലിത്തിക് ഏജില് അയൺ ടൂൾസ് ഇങ്ങനെ കാര്യങ്ങളാണ് ഉള്ളത്. അതുപോലെ സ്റ്റോൺ ഏജ് എന്ന് പറയുമ്പോൾ കല്ല് കൊണ്ടുള്ളതാണ് ഉണ്ടാക്കി, നമുക്ക് പേരിൽ തന്നെ മനസ്സിലാവും. ഓക്കെ, the major sources on the life of people in ancient Tamilagam are the Megalithics and the Param Tamil Pattukal, that is ancient Tamil songs. The later are also known as Sangam literature. അതായത് പഴയ കാലത്തുള്ള, അതായത് ഏൻഷ്യന്റ് തമിഴകത്തിലുള്ള ആൾക്കാരുടെ ജീവിതം നമുക്കറിയോ, നമ്മൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല, അത് എന്തൊക്കെ കാര്യങ്ങളാണ്, അതിന്റെ ഉറവിടം, അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു നമ്മൾ കാണിക്കുന്നത്, മനസ്സിലാക്കി തരുന്നത് എന്തൊക്കെയാണ്, ഇതേപോലെയുള്ള മെഗാലിത്സ് ആണ്. അതേപോലെ തന്നെ പഴം തമിഴ് പാട്ടുകൾ, അതിന് മലയാളം ഒരു ഭാഷയിൽ കൊടുത്തിട്ടുണ്ട്. വലിയ അക്ഷരങ്ങൾ അയ്യോ എന്ന് നിങ്ങൾ തോന്നുക, കാരണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും. അതിന് നമ്മൾ വേറെ രീതിയിൽ ഷോർട്ട് ആക്കിയിട്ട് ഇംഗ്ലീഷിൽ വിളിക്കുക ഏൻഷ്യൻ തമിഴ് സോങ്സ്, പഴയ കാലത്തിലുള്ള തമിഴ് സോങ്സ്. അതിന് കാലം കുറെ കഴിഞ്ഞപ്പോൾ ഏൻഷ്യന്റ് തമിഴ് സോങ്സിനെ പകരം സംഘം ലിറ്ററേച്ചർ എന്ന് വിളിക്കുന്നു. ഓക്കെ, സംഘം ലിറ്ററേച്ചർ അതാണ് ഇപ്പോഴത്തെ പ്രസന്റ് നെയിം. ഏൻഷ്യന്റ് തമിഴ് സോങ്സ് അല്ലെങ്കിൽ പഴം തമിഴ് പാട്ടുകളുടെ പ്രസന്റ് നെയിം എന്ന് പറയുന്നത് സംഘം ലിറ്ററേച്ചറാണ്. ഓക്കെ, അത് എന്താ പറയാ, പഴം തമിഴ് പാട്ടുകൾ, ദാറ്റ് മീൻസ് ഏൻഷ്യൻ തമിഴ് സോങ്സ് വിച്ച് ഇസ് ലേറ്റർ നോൺ ആസ് സംഘം ലിറ്ററേച്ചർ. ഡു യു നോ വൈ ദി സോങ്സ് ആർ നോൺ ആസ് സംഘം ലിറ്ററേച്ചർ? നിങ്ങൾക്കറിയോ ഇന്ന് ഈ സോങ്ങുകളിൽ സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്? അതായത് ഈ സംഘം ലിറ്ററേച്ചറിന്റെ സമയത്ത് ഭയങ്കര പേര് കേട്ട കവികൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു വുമൺ ആയിരുന്നു ഔവയ്യാർ എന്ന് പറഞ്ഞിട്ടുള്ള. അതുപോലെ കപിലാർ, അങ്ങനെ കുറെ കവികളുണ്ട് കേട്ടോ. The Pandyas who ruled the ancient Tamilagam with Madurai as their capital. അതായത് ഈ സമയത്ത് ഏൻഷ്യന്റ് തമിഴകം ആ സമയത്ത് ഭരിച്ചിരുന്നത് പാണ്ഡ്യാസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അവരുടെ ക്യാപിറ്റൽ എന്തായിരുന്നു? മധുരൈ. അവരുടെ ക്യാപിറ്റല് മധുരൈ. ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു നെയിമാണ് മധുരൈ എന്ന് പറഞ്ഞ പ്ലേസ്. ഇതിപ്പോ തമിഴ്നാട്ടിലാണല്ലോ നമുക്കറിയാം. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്തു? അവര് ഒരു അസംബ്ലി തന്നെ വെച്ചു, കുറെ കവികളുടെ അസംബ്ലി. They conducted an assembly of lots of poets and they called it as Sangam. അവര് എന്ത് ചെയ്തു? ആ സമയത്ത് കുറെ കവികളുടെ പാട്ടുകാരുടെ ഒരു കൂട്ടം തന്നെ വിളിച്ചു ചേർത്തിട്ട് അവരോട് പാടിപ്പിക്കില്ലേ, അതേപോലെ ചെയ്യിപ്പിച്ചു. അപ്പൊ ഒരു സംഘം, അത് കുറെ ആൾക്കാരാണ് നമ്മൾ സംഘം എന്നൊക്കെ പറയില്ലേ. അപ്പൊ അങ്ങനെയാണ് ഇതിനൊരു പേര് വന്നത്. ഈ ഏൻഷ്യന്റ് തമിഴ് സോങ്സിനെ സംഘ് ലിറ്ററേച്ചർ എന്ന പേര് വരാൻ കാരണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് സംഘ ലിറ്ററേച്ചർ പേര് വന്നത്. ഈ പാണ്ഡ്യാസ് ആണ് ഏൻഷ്യന്റ് തമിഴകം ഭരിച്ചിരുന്നത്. മധുരയാണ് അവരുടെ ക്യാപിറ്റല്. അപ്പൊ എന്ത് ചെയ്തു? ഇവര് കവികളുടെ ഒരു കൂട്ടം തന്നെ രൂപീകരിച്ചിട്ട് അവരുടെ പാട്ടൊക്കെ പഠിപ്പിക്കും. അങ്ങനെ പേര് വരാണ് ചെയ്യുന്നത്. സോ ലേറ്റർ ദാറ്റ് ഏൻഷ്യന്റ് തമിഴ് സോങ്സ് കെയിം ടു ബി നോൺ ആസ് സംഘം ലിറ്ററേച്ചർ because we know the reason. It is in our textbook itself. Okay, the important works included in the Sangam literature. Sangam literature important ആയിട്ടുള്ള പോയംസിൽ ഏതാണെന്നറിയോ നിങ്ങൾക്ക്? 10 പാട്ട്, 10 അകനാനൂറ് ആൻഡ് പുറനാനൂറ്. ഇതല്ലാതെ ഇനിയുണ്ട് കേട്ടോ. 10 പാട്ട്, 10 അകനാനൂറ് ആൻഡ് പുറനാനൂറ്. ഓക്കെ, അപ്പോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പേരൊക്കെ ഒന്ന് പഠിക്കണം. ഇതിപ്പോ അങ്ങനെ തന്നെ പഠിക്കുന്ന വേറെ മാർഗമൊന്നുമില്ല കേട്ടോ. Ancient Tamilagam was ruled by the dynastics called the Cheras, the Cholas, the Pandyas. Then collectively they together known as Moovendas. അതായത് പഴയ തമിഴകം ഭരിച്ചിരുന്നത് കുറെ ട്രേഡ് കൺട്രോളിംഗ് പവേഴ്സ് ആയിരുന്നു. അതായത് വളരെ പവർ സെന്റേഴ്സ് എന്നൊക്കെ പറയാം. പവർ, അതായത് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന പവർ സെന്റേഴ്സ് ആയിരുന്നു ഇവര് 3 പേരും. ഏൻഷ്യന്റ് തമിഴകം ഭരിച്ചിരുന്ന ഇവര് 3 പേരും ആരൊക്കെയാണ്? the Cheras, the Cholas, the Pandyas. ഇവരെ 3 പേരും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് മൂവെന്താസ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്.
നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണാനായിട്ട് സാധിക്കും ചേരാസും പാണ്ഡ്യാസും ചോളാസും സൗത്ത് സദേൺ പാർട്ടിലാണ് പെടുന്നത്. ഓക്കെ, ആ മാപ്പ് നിങ്ങൾ ഇതിലുള്ള എല്ലാ മാപ്പുകളും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കണം. മുമ്പത്തെ ടെക്സ്റ്റിൽ വല്ല മാപ്പ് ഉണ്ടെങ്കിലും കോണ്ടിനെന്റ്സിന് കാണിക്കുന്ന മാപ്പുകൾ, അതേപോലെ തന്നെ ഇപ്പൊ കാണിക്കുന്ന മാപ്പുകൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് നൽകണം. എക്സാമിന് സമയത്ത് മാപ്പുകൾ കാട്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ മാപ്പുകൾ ശ്രദ്ധിച്ച് പഠിക്കണം. അത് ഓരോ ചേരാസ് എവിടെ കിടക്കുന്നതെന്ന് നോക്കി അത് ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കണം. അതുപോലെ ചോള എന്തെങ്കിലും ആയിട്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. ഇപ്പൊ ഇനി ഒരു 11ാം പാഠമാകുമ്പോൾ ഇന്ത്യയുടെ ഒരു മാപ്പ് വരുന്നുണ്ട്. അതിൽ കുറേ സ്റ്റേറ്റും കുറെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പോലെ തന്നെ ക്യാപിറ്റൽസും അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. ഓക്കെ, അത് പേപ്പറിൽ ഇന്ത്യയുടെ ഒരു മാപ്പ് ഹോൾ മാപ്പിന് തന്നിട്ട് സിക്കിം എവിടെയാണ്, അതേപോലെ തന്നെ കേരളം എവിടെയാണെന്നൊക്കെ ചോദിച്ചു തരും. അപ്പം നമ്മളിത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയില്ലെങ്കിൽ മാർക്ക് പോകും. ഓക്കെ, നിങ്ങൾ വെറുതെ മാർക്ക് കൊണ്ട് കളയണ്ട. നിങ്ങൾ മാപ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എല്ലാ എക്സാമിന്റെ പേപ്പറിലും മാപ്പ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വരെ എടുക്കുന്നേ ഉള്ളൂ. ഇനിയുള്ള ഭാഗം ഇനി ഒരു ഭാഗം കൂടെ ഉള്ളൂ കേട്ടോ. പാർട്ട് 4 കൂടി ഉണ്ടാവുള്ളൂ ഈ പാഠത്തിൽ. ഒരു പഴന്തമിഴ് പാട്ടുകൾ നമ്മൾ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് വരുന്നത്. എല്ലാം കൂടി ഇന്നെടുത്ത് നിങ്ങളുടെ തലയിലൊന്നും കയറില്ല എന്ന് എനിക്ക് അറിയാം. ചിലപ്പോൾ നല്ല പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പെട്ടെന്ന് കയറി എന്നൊക്കെ വരാം കേട്ടോ. അത് അറിയില്ല, ചിലവർക്ക് കൂടുതൽ നേരം ഇങ്ങനെ ഇരുന്ന് കണ്ട് കൂടുതൽ നേരം പഠിക്കുന്ന ചിലർക്കൊന്നും ഇഷ്ടമല്ല. എങ്കിലും കുറച്ച് എടുക്കുന്നതായിരിക്കും. കുറച്ച്, അതായത് ഇന്ന് കുറച്ചെടുത്ത് നിങ്ങൾ പഠിച്ചു വരുമ്പോഴേക്കും കൂടുതൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് സാധിക്കുക. എല്ലാം കൂടി ഒരുമിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്കൊന്നും തലകയറാത്ത ഒരു അവസ്ഥയും പല പല പേരുകൾ വരുമ്പോൾ സ്പെല്ലിങ്സ് ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ട് വരില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുക്കുന്നത്. അതുകൊണ്ടാണ് പാർട്ട് 3 ഈ സ്റ്റോൺസ് കല്ലുകൾക്ക് ഒരു കഥ പറയണം എന്നിട്ടുള്ള ഒരു ചെറിയ ഭാഗം എടുത്ത്. ഇനി നമുക്ക് ഒരു ഭാഗം കൂടെ ഉള്ളൂ കേട്ടോ, വളരെ ചെറിയ ഭാഗം. അത് ഞാൻ അടുത്ത ക്ലാസ്സിലാണ് പറയുന്നത്. പാർട്ട് 4 ആയിട്ട് ഞാൻ വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നിനും മറക്കരുത്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത്. എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ട് തന്നെ ഇരിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.